ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് ഡൗൺവേർഡ് ആവാനുള്ള സെക്കൻഡ് റീസണിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ നമ്മൾ മുൻപ് സംസാരിച്ചത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയിരുന്നു. അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഒരാഴ്ച മൊത്തം ചിക്കൻ ബിരിയാണി മതി, ലഞ്ചിന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറയാണ്. അപ്പൊ ആ ചിക്കൻ ബിരിയാണി നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം? ആ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ അടക്കം ആ ബിരിയാണിക്ക് വേണ്ട റൈസും അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഈ ഡെയിലി പർച്ചേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫുൾ എക്സ്പെൻസ് ആണ്. നമുക്ക് എന്നും അത് എഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ, പിന്നെ ചിക്കൻ ബിരിയാണി തന്നെ നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു മടുപ്പ് ഉണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ യൂട്ടിലിറ്റി, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവല് കുറയും. നമ്മൾ എന്നും ചിക്കൻ ബിരിയാണി ആണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നോ? ഇല്ല. അപ്പൊ ആ ഒരു മടുപ്പ് വരാതെ നമ്മൾ രണ്ടും ഈക്വൽ ആയിട്ട്, അതായത് എല്ലാ ദിവസവും അത് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ലെവലിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? നമ്മളത് നമ്മുടെ മടുപ്പ് വരാത്ത രീതിക്ക്, നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ, എന്നും ലഞ്ച് കഴിക്കുമ്പോൾ മടുപ്പ് വരാത്ത രീതിക്ക് നമ്മൾ അതിനെ ഓൾട്ടർ ചെയ്യും, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇങ്ങനെ ഈ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഡെയിലി ചിക്കൻ ബിരിയാണി ലഞ്ചിന് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ദിവസം പച്ചക്കറി, പലതരം പച്ചക്കറികൾ പ്ലാൻ ചെയ്യുന്നു, പിന്നെ ഫിഷ് പ്ലാൻ ചെയ്യുന്നു, എന്നിട്ട് എല്ലാ ആഴ്ചയിലും സൺഡേസിൽ മാത്രം ചിക്കൻ ബിരിയാണി പ്ലാൻ ചെയ്യാണ്. അപ്പൊ എന്താണ്? നമുക്ക് പച്ചക്കറിയും പിന്നെന്താണ് വെജും ഫിഷും ചിക്കനും എല്ലാം അതിൽ ഉൾപ്പെടുമ്പോൾ എല്ലാം ഈക്വൽ പ്രൊപ്പോർഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് അഫോർഡബിളും ആണ്, നമുക്ക് മടുപ്പും വരില്ല. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കുറയേയില്ല അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാം ഈക്വൽ ആയിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ലെവലിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫ്, നമ്മുടെ ലൈഫ് സ്റ്റൈലില് ഇത് ഈക്വൽ അല്ല എങ്കിൽ, നമ്മുടെ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഈക്വൽ അല്ല എങ്കിൽ, നമ്മൾ കൺസ്യൂമർ എന്ന രീതിക്ക് നമ്മൾ അതിനെ ഈക്വൽ ആക്കുന്നതിനെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കാം. ഇത്രയുള്ള സംഭവം കൺസ്യൂമേഴ്സ് നമുക്ക് മടുപ്പ് തോന്നാത്ത രീതിക്ക് പർച്ചേസ് ചെയ്യുക, ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിന് എല്ലാം ഈക്വൽ പ്രൊപ്പോർഷനിലാക്കി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് മടുപ്പ് വരാത്ത രീതിക്ക് പർച്ചേസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന്റെ ആ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ആണ്, അല്ലെങ്കിൽ അതിൽ അവർ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.